ഹലോ ഗൈസ്, ജിത്തിനാണ് യുവർ സ്പിരിച്വൽ ബഡി. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. കുറച്ച് ദിവസത്തിന് മുന്നേ ഞാൻ എൻ്റെ സോഷ്യൽ മീഡിയയിൽ ഒരു റീൽ പോസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ റീൽ പോസ്റ്ററിൻ്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് സ്ത്രീശാപത്തെ പറ്റിയാണ്. ഈ റീൽ പോസ്റ്റർ ഇട്ടതിന് ശേഷം എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ, കാരണം ഫേസ്ബുക്കിൽ എനിക്ക് അങ്ങനെ അധികം മെസ്സേജസും കാര്യങ്ങളൊന്നും വരാറില്ല. കാരണം ഞാൻ ഇപ്പോൾ റീസെൻ്റ്ലി സ്റ്റാർട്ട് ചെയ്തതാണ് ഫേസ്ബുക്ക്. ഇൻസ്റ്റഗ്രാമിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മെസ്സേജസ് വരുന്നത്. അതിനകത്ത് കുറച്ച് ആണുങ്ങളും കുറച്ച് പെണ്ണുങ്ങളും എനിക്ക് ഇതിനെപ്പറ്റി കൂടുതൽ അറിയാൻ താല്പര്യമുണ്ട് എന്ന് പറഞ്ഞ് മെസ്സേജ് അയച്ചിരുന്നു. അപ്പോൾ അവരോട് പറഞ്ഞു ഞാൻ വീഡിയോ ഇട്ട് ചെയ്യാം. പക്ഷേ അതിന് മുന്നേ ഞാൻ അവരോട് ചോദിച്ചൊരു ചോദ്യമുണ്ട്. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു, ഈ സ്ത്രീശാപം ഉണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അവർ ഞാനിപ്പോൾ നിങ്ങൾക്ക് എന്താണ് അങ്ങനെ തോന്നാനുള്ള റീസൺ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആണുങ്ങൾ ഒരേ സ്വരത്തിൽ പറഞ്ഞൊരു കാര്യം ഇതാണ്. അതായത് ഞാൻ കുറച്ച് നാളായിട്ട് ഒരു പെൺകുട്ടിയായിട്ട് അഗാധമായിട്ട് പ്രണയത്തിലായിരുന്നു. പക്ഷേ കുറച്ച് നാളുകൾക്ക് മുന്നേ ഞങ്ങൾ ബ്രേക്കപ്പായി ആയതിനു ശേഷം ഞാൻ മൂവ് ഓണായി. കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഞാൻ വേറൊരു കല്യാണം കഴിച്ചു. കുറച്ച് പേര് വേറൊരു പെൺകുട്ടീനെ പ്രണയിച്ചു. പക്ഷേ കുറച്ച് നാളുകൾക്ക് ശേഷം പിന്നെ ലൈഫിൽ മൊത്തം ട്രാജഡിയാണ് നടക്കുന്നത് ചേട്ടാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ചോദിച്ചു എന്ത് ട്രാജഡിയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ പറഞ്ഞു ലൈഫിൽ മൊത്തം ട്രാജഡിയാണ്. അതായത് എനിക്ക് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി ഉള്ളൊരു ജോലിയുണ്ട്. പക്ഷേ മാസാവസാനം ആവാറാകുമ്പോൾ എൻ്റെ കയ്യിൽ 10 പൈസ എടുക്കാനില്ല. ഞാൻ കടം മേടിച്ചിട്ടൊക്കെയാണ് ചില സമയങ്ങളിൽ മാസാവസാനം ഒന്ന് മീറ്റ് ചെയ്യണത്. പിന്നെ ഇപ്പോൾ പ്രേമിച്ചിട്ട് കല്യാണം കഴിച്ച വേറൊരു പെൺകുട്ടി ഉണ്ടല്ലോ, അവരായിട്ട് പോലും തല്ലാണ്, ദാമ്പത്യത്തിൽ പ്രശ്നമാണ്, ഒന്നും രണ്ടും പറഞ്ഞ് തല്ലുണ്ടാവുകയാണ്. ഇത് സ്ത്രീശാപമാണോ എന്നാണ് ആണുങ്ങൾ ഒരേ സ്വരത്തിൽ ചോദിച്ചത്. കുറച്ച് പെണ്ണുങ്ങളും ഇതേപോലെ എനിക്ക് പറഞ്ഞു തന്നവരുണ്ട്. അതിനകത്ത് ഒരു സ്ട്രൈക്കിംഗ് ആയിട്ടുള്ളൊരു ഒരു കുട്ടി പറഞ്ഞ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഞാൻ വേറൊരു പെൺകുട്ടിയായിട്ട് പാർട്ട്ണർഷിപ്പിൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ കുറച്ച് നാളിന് ശേഷം ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും തല്ലി പിരിഞ്ഞ് പോയി. ഞാൻ ആ കുട്ടിയുടെ ഷെയറൊക്കെ കൊടുത്തിട്ട് ഞാൻ ആ ബിസിനസ് ടേക്ക് ഓവർ ചെയ്തു. പക്ഷേ കുറച്ച് നാൾ കഴിഞ്ഞപ്പോഴേക്കും ബിസിനസ് പൂട്ടിപ്പോയി. ഞാൻ കടത്തിന്മേൽ കടത്തിലോട്ട് പോയി. എനിക്കാണെങ്കിൽ എങ്ങും എത്തിപ്പെടാൻ പറ്റാത്തൊരു ഫീലിങ്സ് തോന്നുന്നു. ഇത് സ്ത്രീശാപമാണോ എന്നാണ് ആ കുട്ടി ചോദിച്ചത്. സോ ഈ പറയുന്ന കാര്യങ്ങൾക്ക് ഇത് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ശരിക്കും സ്ത്രീശാപം ഉണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ട് എന്നേ ഞാൻ പറയുള്ളൂ. നമ്മൾ പുരാണങ്ങളിലോട്ടൊന്ന് പോയി നോക്കുക. അതായത് ഈ പറയണില്ല, വിഷ്ണുവിൻ്റെ 3ാമത്തെ അവതാരമായ വരാഹമൂർത്തി എന്തിനാണ് ഇത് ചെയ്തത്? ഭൂമിദേവീനെ അസുരന്മാർ തടങ്കലിലാക്കിയിട്ടുണ്ടായിരുന്നു. ആ ഭൂമിദേവീനെ രക്ഷിക്കാനായിരുന്നു ഈ പറയുന്ന പോലെ വരാഹമൂർത്തി അവതാരം ഉണ്ടായത്. അതായത് കൃഷ്ണാവതാരം ഉണ്ടായത് മഹാഭാരതം യുദ്ധം ഉണ്ടായത് പാഞ്ചാലി കാരണമാണ്. പാഞ്ചാലിന് വസ്ത്രാക്ഷേപം ഉണ്ടായി അധിക്ഷേപിച്ചതിന് ശേഷമാണല്ലോ മഹാഭാരത യുദ്ധം നടക്കുന്നത്. അതേപോലെ രാമായണത്തിലാണെങ്കിലോ സീതാദേവിനെ രാവണൻ തട്ടിക്കൊണ്ടുപോയി. അങ്ങനെ രാമൻ പോയി രക്ഷിക്കാൻ വേണ്ടിയാണല്ലോ രാമായണ യുദ്ധം നടന്നിരിക്കുന്നത്. ഇതേപോലെ പല പല യുദ്ധങ്ങളും പുരാണങ്ങളിൽ പറയുന്നുണ്ട്. ഹിന്ദു മിത്തോളജിയിൽ മാത്രമല്ല, ഈ പറയുന്ന പോലെ മുസ്ലിംസിലും ഉണ്ട്, ക്രിസ്ത്യൻസിലൊക്കെ പറഞ്ഞു പോകുന്നുണ്ട് ഈ പറയുന്ന പോലെ പ്രശ്നങ്ങളൊക്കെ. സോ ഇതിന് ലോജിക്കൽ പരമായിട്ട്, നമ്മൾ സ്പിരിച്വാലിറ്റിയിൽ ലോജിക്കൽ പരമായിട്ട് നമുക്ക് ഇന്നെ എങ്ങനെ പറഞ്ഞു പോകുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ, പണ്ട് അതായത് സ്വാതന്ത്ര്യത്തിന് മുന്നേ ഒട്ടുമിക്ക പെണ്ണുങ്ങളെല്ലാവരും വീട്ടിൽ തന്നെയായിരുന്നു. അവരൊന്നും പുറത്ത് പോയി പണി ചെയ്യുന്നവരായിരുന്നില്ല. വീടിൻ്റെ ഉള്ളിൽ തന്നെ പണി ചെയ്തിട്ട് വീട്ടിലെ പണികൾക്കൊക്കെ ശേഷം അവർ ഭക്തിമാർഗത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നവരായിരുന്നു പണ്ടത്തെ സ്ത്രീകളെല്ലാം. ഇപ്പോഴാണല്ലോ പെണ്ണുങ്ങൾ പുറത്ത് പോയി പണിയെടുത്ത് തുടങ്ങിയത്, ഇക്വാലിറ്റി ആയി തുടങ്ങി. അപ്പോൾ മുന്നത്തുള്ളവർ ഈ പറയുന്ന പോലെ ഒരു ഉപാസനാക്രമമോ അല്ലെങ്കിൽ ഒരു പ്രാർത്ഥനാക്രമത്തിലേക്ക് കൂടിയായിരുന്നു ഉള്ളവർ പോയിക്കൊണ്ടിരുന്നത്. ഇവരെ വേറെ ആരെങ്കിലും വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു വിഷമം അല്ലെങ്കിൽ അവരുടെ നെഗറ്റീവ് ഇമ്പാക്റ്റ് അവർ പ്രാർത്ഥിക്കുന്ന ഈശ്വരൻ കേൾക്കുന്നുണ്ട്. സോ ആ ഈശ്വരൻ അതിന് തക്കതായ ഇത് കൊടുക്കുന്നു എന്നാണ് സ്പിരിച്വാലിറ്റിയിൽ പറയുന്നത്. പക്ഷേ എനിക്കതിനേക്കാൾ കുറച്ചും കൂടി റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്ന് പറയുന്നത് നെഗറ്റീവ് എനർജി ആയിട്ടാണ്. കാരണം ഐസക് ന്യൂട്ടൺ പറഞ്ഞ പോലെ ആയാലും അല്ലെങ്കിൽ ഈ പറഞ്ഞ നിക്കോളാസ് ടെസ്ല പറഞ്ഞ പോലെ ആയാലും പ്രപഞ്ചം മൊത്തം എനർജീസ് ആണെന്നാണ് ഇവർ രണ്ടുപേരും പറഞ്ഞിരിക്കുന്നത്. സത്യമാണ്, പ്രപഞ്ചം മൊത്തം എനർജീസാണ്. ഞാനുൾപ്പെടെ നിങ്ങളുൾപ്പെടെ എല്ലാവരും എനർജീസ് തന്നെയാണ്. സോ ഇതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ, ഈ നെഗറ്റീവ് എനർജിക്ക് ഒരു പ്രപഞ്ചത്തിലോട്ട് അല്ലെങ്കിൽ യൂണിവേഴ്സിലോട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഈക്വലൻ്റ് ആയിട്ടുള്ളൊരു നെഗറ്റീവ് എനർജി നമുക്ക് കിട്ടണമല്ലോ. അതാണല്ലോ കർമ്മസിദ്ധാന്തം. അപ്പോൾ നമുക്ക് ആ കർമ്മം കിട്ടുന്നു എന്നാണ് എൻ്റെ അർത്ഥം. ഇത്രേ ഉള്ളൂ ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ലാണ്ട് പണ്ട് ഈ മുനിമാരൊക്കെ കയ്യിൽ മറ്റേ കുടത്തിൽ നിന്നും വെള്ളം എടുത്ത് തളിച്ചിട്ട് പ്രാകണ പോലെ അല്ലെങ്കിൽ ശപിക്കണ പോലെ അല്ല. ഇതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റാണ് ആക്ച്വലി. ഇതാണ് നമ്മളോട് വലിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും ചോദിക്കാവുന്ന 2 ചോദ്യങ്ങളുണ്ട്. അതിനകത്ത് ഒന്നാമത്തെ ചോദ്യം, സ്ത്രീശാപം ആണുങ്ങളിൽ മാത്രമാണോ വലിക്കുക? അല്ല,
പെണ്ണുങ്ങളിലും വലിക്കും. കാരണം ഇതൊരു നെഗറ്റീവ് എനർജി ആയിട്ട് നിങ്ങൾ കൺസിഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആൺ പെൺ വ്യത്യാസമില്ല, ഇത് നിങ്ങളോട്ട് വലിക്കും. അപ്പോൾ ഇത് കേൾക്കുന്ന ആണുങ്ങൾക്ക് ചോദിക്കാനൊരു ചോദ്യം ഉണ്ടാവും, സ്ത്രീശാപം മാത്രമുള്ളൂ പുരുഷശാപം ഇല്ലേ എന്ന്. പുരുഷശാപം ഉണ്ട് ഇതേപോലെ തന്നെയാണെങ്കിൽ. കാരണം ഒരാണിനെ ഇതേപോലെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ആ ആണ് എപ്പോഴെങ്കിലും വിഷമിച്ചിട്ടുണ്ട്, ആ വിഷമം പ്രപഞ്ചത്തിലോട്ട് അത് പോയിട്ടുണ്ടെങ്കിൽ തിരിച്ച് കിട്ടിയിരിക്കും. ആണിനായാലും കിട്ടിയിരിക്കും, പെണ്ണിനായാലും കിട്ടിയിരിക്കും. അതിനകത്ത് ലിംഗവിവേചനം ഒന്നും ഉണ്ടാവില്ല. കിട്ടുകഴിഞ്ഞ് ചെയ്യും. അതാണല്ലോ കർമ്മം. പിന്നെ എനിക്ക് ഇതേപോലൊരു സിറ്റുവേഷൻ എൻ്റെ ലൈഫിലുണ്ടായിട്ടുണ്ട്. കാരണം ഞാൻ കുറച്ച് ഡിലേ ആയിട്ടാണ് മാരേജ് ചെയ്തത്. ഞാൻ പറഞ്ഞിട്ടുണ്ടോ എന്നറിയില്ല. ഞാൻ എൻ്റെ 33-ാമത്തെ വയസ്സിലാണ് എൻ്റെ കല്യാണം കഴിച്ചത്. അപ്പോൾ കല്യാണം കഴിക്കുന്നതിന് മുന്നേ പോയി കഴിയുമ്പോൾ കുറച്ച് ജ്യോത്സ്യന്മാർ എന്നോട് പറഞ്ഞത് സ്ത്രീശാപം കിട്ടിയിട്ടുണ്ട്, സ്ത്രീശാപം നീക്കണം എന്നാണ് പറഞ്ഞത്. അപ്പോൾ എൻ്റെ വീട്ടുകാരാണെങ്കിൽ അറിയാമല്ലോ, നമ്മുടെ സൊസൈറ്റിയിൽ നമ്മൾ അങ്ങനെയാണല്ലോ നിൽക്കുന്നത്. അതായത് കല്യാണം കഴിച്ചിട്ടില്ലെങ്കിൽ പ്രശ്നമാണല്ലോ. അപ്പോൾ അവർ വലിയ പൈസയൊക്കെ കൊടുത്ത് പൂജയൊക്കെ ചെയ്യിപ്പിച്ചു. പക്ഷേ വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. പക്ഷേ ഞാൻ സ്പിരിച്വാലിറ്റിയിലോട്ട് ഇറങ്ങിയതിന് ശേഷം ഞാൻ എൻ്റെ ഗുരുനാഥനോട് ചോദിച്ചു. അപ്പോൾ ഗുരുനാഥൻ പറഞ്ഞത് ഇങ്ങനൊരു പ്രശ്നമുണ്ട്, അത് ഈ ജന്മത്തിൽ കിട്ടിയതല്ല, മുൻ ജന്മത്തിൽ കിട്ടിയതാണ്, അതിന് തക്കതായിട്ടുള്ള പരിഹാരം ചെയ്യണം. ഞാൻ പറഞ്ഞു പരിഹാരം ചെയ്തിട്ട് പൈസ മാത്രം പോയതേ പക്ഷേ ഇതിനായിട്ട് സോളിഡ് ആയിട്ടുള്ള സൊല്യൂഷനൊന്നും കിട്ടിയിട്ടില്ല. അപ്പോൾ പുള്ളി പറഞ്ഞു സിമ്പിളായിട്ടുള്ളൊരു പരിഹാരമാണ്, ആ പരിഹാരം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഇപ്പം നിങ്ങൾ ഏതെങ്കിലും ഈ ജന്മത്തിലോ കഴിഞ്ഞ ജന്മത്തിലോ ഈ ജന്മത്തിൽ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഈ ജന്മത്തിൽ ആരോടാണോ ചെയ്തത് അവരോട് നിങ്ങൾ പോയിട്ട് മാപ്പ് പറയുക. പറ്റുമെങ്കിലൊന്ന് കാല് തൊട്ട് വീഴുകൊണ്ട് ആകാശം ഇടിഞ്ഞൊന്നും വീഴാനൊന്നും പോകുന്നില്ല. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ഇടിഞ്ഞ് വീഴാനൊന്നും പോകുന്നൊന്നുമില്ല. സോ ഒന്ന് തൊട്ട് എഴുതിട്ട് പറയുക, ഒന്ന് ക്ഷമ പറയുക. ഇനി മുൻജന്മങ്ങളിലാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറച്ച് ഏജ്ഡ് ആയിട്ടുള്ള കല്യാണം കഴിക്കാത്ത സ്ത്രീകൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമുക്കറിയാൻ പാടില്ലാതെ കല്യാണം കഴിക്കാത്ത ആണുങ്ങൾ ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്കൊരു ഡ്രസ്സ് മേടിച്ചു കൊടുക്കുക. എന്നിട്ട് അവരോട് നമ്മുടെ ഉള്ളിൽ പറഞ്ഞാൽ മതി, കംപ്ലീറ്റ് ആ ക്ഷമ പറയുക. അതായത് ഞാൻ മുൻജന്മത്തിൽ എപ്പോഴെങ്കിലും ഇതേപോലെ ഒരു പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് ഇതോടെ തീരണമേ എന്ന് പ്രാർത്ഥിച്ച് നമ്മൾ കൊടുത്തെങ്കിലുണ്ടെങ്കിൽ അതൊരു പോസിറ്റീവ് ഇമ്പാക്റ്റ് നമ്മൾ ഭൂമിയിലോട്ട് കൊടുക്കുന്നതാണ്. കാരണം അവർ ഹാപ്പി ആയിട്ടുണ്ടെങ്കിൽ അത് നമ്മളിലോട്ട് കിട്ടിയിരിക്കും തിരിച്ച്, അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ നമ്മളിലോട്ട് ഉണ്ടാകും. സോ ഇങ്ങനെയാണ് ഞാൻ എൻ്റെ ലൈഫിൽ ഉണ്ടായ പ്രശ്നം സോൾവ് ചെയ്തത്. അല്ലാണ്ട് ഈ പറഞ്ഞ പോലെ വലിയ എമൗണ്ട് പൂജകൾ കൊടുത്തെങ്കിലുണ്ടെങ്കിൽ ഇത് മാറ്റാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഇതിനകത്ത് മാറ്റാൻ പറ്റിയിട്ടില്ല. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് മാറിപ്പോയി എന്നാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് സ്ത്രീശാപം പുരുഷശാപം എന്ന് ഉദ്ദേശിക്കുന്നത്. അല്ലാണ്ട് ഈ പറയുന്ന പോലെ വലിയ മഹാക്രിയകളും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം മാറ്റാൻ പറ്റുന്ന പരിപാടിയല്ല. ഇത്രയും സിമ്പിളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാറിപ്പോവും. സോ നമ്മൾ ലൈഫിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 2 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതിനകത്തോട്ടാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അതായത് നമുക്ക് ഒരാൾക്ക് വാക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ വാക്ക് നിറവേറ്റേണ്ട ഉത്തരവാദിത്വം നമുക്കുണ്ട്. ഇപ്പോൾ ഈ മുന്നത്തെ പറഞ്ഞ കേസിലാണെങ്കിൽ ഇപ്പോൾ ഒരു പെൺകുട്ടീനെ നമ്മൾ സ്നേഹിച്ചിട്ടുണ്ട്, കല്യാണം കഴിച്ചോളാം എന്നൊരു വാക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഹരി പത്മനാഭപുരം പറഞ്ഞൊരു കോട്ടുണ്ട്. അതായത് നിങ്ങൾ ആരെങ്കിലും പ്രണയിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ജാതകം ഒന്നും നോക്കി പോകരുത്, കെട്ടിക്കൊള്ളണം. കാരണം വാക്ക് കൊടുത്തിട്ടുണ്ട്. പിന്നെ ജാതകം നോക്കിയിട്ട് ജാതകം മാച്ചിങ് അല്ലെങ്കിൽ പിന്നെ കെട്ടാണ്ടിരിക്കുക. കാരണം ഹിന്ദുസിൽ അങ്ങനെ ഒരു പ്രശ്നമുണ്ട്, ജാതകം ശരിയല്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ സ്കിപ്പ് ചെയ്യാം. പക്ഷെ അങ്ങനെയല്ല, നമ്മൾ വാക്ക് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടോ പിന്നെ ജാതകവും മറ്റേതും മാറ്റൊന്നും നോക്കാൻ പാടില്ല, കെട്ടിക്കോളണം. അതേപോലെയാണ് സമയം. ഒരാൾ നമുക്ക് വേണ്ടി സമയം തന്നിട്ടുണ്ടെങ്കിൽ ആ സമയം നമ്മൾ യൂട്ടിലൈസ് ചെയ്യണം. അല്ലെങ്കിൽ അത് നമ്മൾക്ക് പിന്നെ ഒരിക്കലും തിരിച്ചു കിട്ടില്ല. ഈ പറയുന്ന വാക്കും സമയവും ഒരിക്കലും തിരിച്ചു കിട്ടാത്ത 2 ഐറ്റമാണ്. ഇത് നമ്മൾ സൂക്ഷിച്ചും കണ്ടും ചിലവഴിക്കേണ്ട കാര്യങ്ങളുണ്ട്. ഒരാളെ പറ്റി മോശമായിട്ട് കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കാൻ പറ്റില്ല. അതേപോലെ തന്നെയാണ് സമയവും. ഒരാൾക്ക് നമ്മൾ സമയം കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ ആ സമയം നമ്മളിപ്പോൾ ഒരാൾക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്, അയാൾ 10 മണിക്ക് പറഞ്ഞിട്ട് അയാൾ 12 മണിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1 മണിക്കൂർ വേസ്റ്റ് ആയില്ലേ, നമുക്ക് ആ സമയം തിരിച്ചെടുക്കാൻ പറ്റില്ലല്ലോ. സോ ഇതൊക്കെ ഒന്ന് നമ്മൾ ശ്രദ്ധിക്കുക. പരമാവധി ആളുകളോട് ശത്രുത പുലർത്താണ്ടിരിക്കാൻ നോക്കുക. അതിപ്പോൾ ആണായാലും പെണ്ണായാലും ശത്രുത പുലർത്താണ്ടിരിക്കാൻ നോക്കുക. ഇങ്ങനെ മുന്നോട്ട് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാണ്ട് അങ്ങോട്ട് പോവാം. അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് നിങ്ങളിലോട്ടുണ്ടാവും. ചിലപ്പോൾ ഈ ജന്മത്തിൽ കിട്ടും, ചിലപ്പോൾ അടുത്ത ജന്മത്തിൽ കിട്ടും. അതിനകത്ത് വലിയ ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല ഇപ്പോൾ കിട്ടുന്നതൊന്നും. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ കലിയുഗമായതുകൊണ്ട് ഇപ്പോൾ കിട്ടാനുള്ളതൊക്കെ ഇപ്പോൾ തന്നെ കിട്ടിപ്പോകുന്നുണ്ട് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സോ നമ്മൾക്കിതൊന്ന് ശ്രദ്ധിച്ചു പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ ശാപം എന്ന് ഞാൻ ഉദ്ദേശിച്ചത് സ്ത്രീശാപമായാലും പുരുഷശാപമായാലും നിന്നൊക്കെ നമുക്ക് മുക്തി നേടാം. ഇനി മുൻജന്മത്തിൽ ചെയ്താണെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ചെയ്ത സിമ്പിളായിട്ടുള്ള സൊല്യൂഷൻ ചെയ്താൽ മതി, നിങ്ങൾക്ക് ഇതിൽ നിന്നും രക്ഷ നേടാം എന്നേ ഞാൻ പറയുന്നുള്ളൂ. സോ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക, മുന്നോട്ട് പോവുക.
അപ്പോൾ അടുത്ത വീഡിയോ കാണാം ഗൈസ്. ബൈ.